ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു ടിപ്പ് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ഹെന്ന. നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ് ഹെന്ന. നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ ഒരു 2 months കൂടുമ്പോഴെങ്കിലും ഹെന്ന ചെയ്യുന്നത് നല്ലതാണ്. ഞാനധികം എണ്ണ യൂസ് ചെയ്യാറ് മുടി കളർ ചെയ്യാനല്ല കേട്ടോ. നമുക്ക് എണ്ണ അങ്ങനെ യൂസ് ചെയ്യാം, 2 ടൈപ്പ് യൂസ് ചെയ്യാം. ഒന്ന് നമ്മുടെ ഹെയർ പ്രൊട്ടക്റ്റ് ചെയ്യാം, അതായത് എണ്ണ തലയിലിടുമ്പോൾ ഭയങ്കര കൂളാണ്. അപ്പം തണുപ്പിന് വേണ്ടിയിട്ടും പിന്നെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് എണ്ണ യൂസ് ചെയ്യാം. രണ്ടാമത് പറഞ്ഞാൽ ഹെയർ കളർ ചെയ്യാം. ഹെയർ കളർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എണ്ണ യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ എണ്ണ യൂസ് ചെയ്യാം. മെയിൻ കാരണം ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാം, എണ്ണ യൂസ്ഫുൾ ആണ്. പിന്നെ എണ്ണ തലയിലിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക തണുപ്പായിരിക്കും. അത് നമ്മുടെ എന്താ പറയുക, തലവേദന ഉള്ളവർക്കൊക്കെ അടിപൊളിയാണ്. കാരണം നമ്മുടെ തലയ്ക്ക് അത്ര കൂളാണിത് തരാം. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഹെന്ന. ഞാനിവിടെ ബഞ്ചാരാസിൻ്റെ ഒരു ഹെന്ന പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഒരുപാട് ലെങ്ത്ത് ഉള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാക്കറ്റ് ഫുൾ എടുക്കാം കേട്ടോ. അത്രയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാഫ് മതി. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഗ്ലൗസ്. ഇതില്ലാണ്ട് നമ്മുടെ ഒരു കാര്യവും നടക്കില്ല. കാരണം ഹെന്ന അറിയാലോ, ഹെന്ന ഇട്ട കൈ എന്തായാലും ചോക്കും. അപ്പൊ കയ്യിൽ കളർ വരാതിരിക്കാൻ 2 ഗ്ലൗസ് നിർബന്ധമാണ്. പിന്നെ വേണ്ടത് കഞ്ഞിവെള്ളമാണ്, അതായത് തലേന്ന് എടുത്ത് വെച്ച കഞ്ഞിവെള്ളം. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട കഞ്ഞിവെള്ളം നാളെ യൂസ് ചെയ്യാം, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നോർമൽ പച്ചവെള്ളം യൂസ് ചെയ്യാം കേട്ടോ. തലേന്ന് എടുത്ത് വെച്ച കഞ്ഞിവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണോ താല്പര്യം അത് യൂസ് ചെയ്യും. ഇത്ര വലിപ്പമുള്ള ഒരു ബൗളാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഞാൻ ആ ഹെന്ന പാക്കറ്റ് മൊത്തം യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് കുറച്ച് മതി, ഇതിനനുസരിച്ചുള്ള പാത്രം എടുത്താൽ മതി. പാക്കറ്റ് കാണുമ്പോൾ തോന്നുന്നുണ്ടെന്ന് വിചാരിക്കും, പക്ഷെ അതിൻ്റെ അകത്ത് ഇത്രേ ഉള്ളൂ. അത്ര അധികമൊന്നും ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ഒഴിക്കാം. ആദ്യം കുറച്ച് ഒഴിക്കാം, എന്നിട്ട് നന്നായി മിക്സ് ആയിട്ട് പിന്നെ ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മിക്സ് ആവാം അത്യാവശ്യം കുറച്ച് പണിയാണ്, കാരണം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇനിയും കഞ്ഞിവെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണേ. അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഞ്ഞിവെള്ളം തന്നെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ആദ്യമൊക്കെ ആഴ്ചയിൽ യൂസ് ചെയ്യായിരുന്നു. ഇപ്പൊ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ കഞ്ഞിവെള്ളം ഡെയിലി തേക്കാറുണ്ട്. നല്ലതാണ്. നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പിനും മുടി വളരാനും കഞ്ഞിവെള്ളം ബെസ്റ്റാണ്. കണ്ടോ, ആ മുഴുവൻ പൊടി എടുത്തിട്ടും ഇത്രയേ ഉള്ളൂ. മുഴുവൻ എടുക്കേണ്ടവർക്ക് എടുക്കാം കേട്ടോ, നോ പ്രോബ്ലം. ഇത് മിക്സ് ചെയ്യാൻ അത്യാവശ്യം ടൈം എടുക്കും. നന്നായി മിക്സ് ചെയ്ത് അങ്ങോട്ട് ഓവർ വെള്ളം കൂടാതെ ഇരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. ഓവർ വെള്ളമായാൽ ഭയങ്കര ജ്യൂസി ആയിട്ട്, അപ്പൊ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി കേട്ടോ. സംഭവം സെറ്റ്. അപ്പൊ ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. ഗ്ലൗസ് ഒക്കെ തലയിൽ തേക്കുമ്പോൾ പരമാവധി നല്ല ഡ്രസ്സൊന്നും ഇടാതിരിക്കുക. നല്ല ഡ്രസ്സ് ഇട്ടാൽ, നല്ല ഡ്രസ്സ് മീൻസ് നമ്മൾ വീട്ടിലിങ്ങനെ യൂസ് ചെയ്യുന്ന, ഇപ്പോൾ ഹെന്ന ആയാലും കുഴപ്പമില്ലാത്ത നമ്മൾ ഒഴിവാക്കാൻ വെച്ചിരിക്കുന്ന ഡ്രസ്സൊക്കെ, അല്ലെങ്കിൽ അധികം ഉപയോഗിക്കാത്ത വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് ഡാർക്കൻ കളറായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ മേല് ഫുള്ളാവും. അപ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം കലാപരിപാടികൾ ആരംഭിക്കാം. ആദ്യം മുടി നല്ല കെട്ടൊക്കെ കളഞ്ഞ് ഞാനിവിടെ ചീന്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മുടി കെട്ടൊക്കെ കളഞ്ഞ് എൻ്റെ മുടിയിലത്തെ കളറ് കണ്ടോ. ഇത് തേച്ചിട്ട് അങ്ങനെ ഓവർ കളറൊന്നും വെക്കില്ല, പക്ഷെ നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതാണ് മെയിൻ ഉദ്ദേശം.
അപ്പോൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, കളർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് ഇതല്ല കേട്ടോ, ഇത് വേറെയാണ്. ഞാൻ കളർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്, ഞാൻ ഹെയർ ഗ്രോത്തിനും ഹെയറിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള മുടിയുടെ കളർ കണ്ടോ, എന്നിട്ട് ഇത് യൂസ് ചെയ്തിട്ട് കളർ മാറുന്നുണ്ടോയെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഇതാണ് ഇപ്പോഴത്തെ മുടി. അപ്പോൾ തുടങ്ങാം. ആദ്യം ഇതേപോലെ 2 പാർട്ടാക്കി എടുക്കുക. ഫസ്റ്റ് പാർട്ട് നമുക്ക് ഇപ്പത്തിന് ആവശ്യമില്ലാത്തത് കൊണ്ട് ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ കെട്ടിവെക്കാം. ഓക്കെ, ഫസ്റ്റ് പാർട്ട് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. എപ്പോഴും ബാക്കിൽ നിന്ന് എടുക്കാൻ ശ്രദ്ധിക്കാം, അതാകുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ചുറ്റി കൂട്ടി വെക്കാം. ഇത് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട പ്രോസസ്സാണ് കേട്ടോ. ആരെങ്കിലും നമുക്ക് തേച്ചതിനൊക്കെ ഉണ്ടെങ്കിൽ അത്രയും സുഖം. നമ്മൾ തേക്കുന്നതിനേക്കാളും മറ്റൊരാൾ തേച്ച് തരുമ്പോൾ ഒന്നും കൂടി അത് ഹെൽപ്ഫുള്ളും ആവും, യൂസ്ഫുള്ളും ആവും. എന്നിട്ട് ഇത് നമുക്കിവിടെ ഇങ്ങനെ മടക്കി മടക്കി വെക്കാം. അത് ഞാനിവിടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത പാട്ട് എടുക്കാം. മുടി പൊട്ടിപ്പോവാതിരിക്കാനൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതിൻ്റെ മേലെ തന്നെ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് ക്ഷമ. ക്ഷമയുണ്ടെങ്കിൽ ഇത് നടക്കും. ഇതെങ്ങനെ ഒരു അതിലാകില്ലേ? ശരി, ഞാനിത് ഊരിയിട്ട് വരാം. ആരെക്കൊണ്ടെങ്കിലും ഊരിപ്പിച്ചിട്ട് വരാം. ഇതേറ്റവും എനിക്ക് ഊരാൻ പറ്റില്ല. ഇന്ന് ഈ ലുക്ക് കണ്ടിട്ട് എനിക്ക് രാജുവും രാധയിലെ രാധയെ ഓർമ്മ വരുന്നുണ്ട്. അതേപോലെ അല്ലേ, മണിക്കൂർ ഇത് തലയിൽ വെക്കണം. 1 അവർ 1 അവറെങ്കിലും തലയിൽ വെക്കാം. ഹാഫ് ആൻ അവർ ആയാലും കുഴപ്പമില്ല, പക്ഷേ ഒരു 1 അവറെങ്കിലും മാക്സിമം 1 അവറെങ്കിലും തലയിൽ വെക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി കളയാം. ഇത് നമ്മുടെ തലയിൽ തട്ടുമ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇതൊരു ഇത് ഫുള്ള് ഇത്ര വേണം കേട്ടോ എൻ്റെ ഹെയറിന്. ഇത്ര ഹെയറൊക്കെ നിങ്ങൾക്കുള്ളെങ്കിലും ഇത്ര എടുക്കുന്നതാവും ബെറ്റർ. ഇതിലും മുടിയുള്ളവർക്ക് വലുതെടുക്കാം കേട്ടോ. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. ഇതിനൊരു 1 മണിക്കൂറെങ്കിലും മാക്സിമം നിങ്ങൾ തലയിൽ വെക്കാൻ ശ്രദ്ധിക്കുക. 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴുകി കളയാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുളിച്ചിട്ട് മുടി ഉണങ്ങിയിട്ട് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് കാണിക്കാം. മുടി നല്ല തിക്ക് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ടാവും. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾ പറ്റുമെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കാം, കാരണം അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ കുളിച്ച് വന്നിട്ട് മുടിയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഹലോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു, മുടിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അതിട്ടാൽ തന്നെ നമുക്ക് ഹെയർ ഒക്കെ നല്ല വോളിയം തോന്നിക്കും കേട്ടോ. കണ്ടില്ലേ, ഉണങ്ങി കഴിഞ്ഞപ്പോൾ കളറൊന്നുമില്ല, അങ്ങനെ ഓവർ കളറൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ സൺലൈറ്റ് തട്ടുമ്പോൾ കളർ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എണ്ണ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മുടെ തലയ്ക്കുള്ള തണുപ്പിനാണ്. പിന്നെ മുടി കൊഴിച്ചിൽ കുറയാൻ ഇത് സഹായിക്കുന്നു, ഞാൻ അത്ര ഉറപ്പ് പറയുന്നില്ല. പക്ഷെ മുടി പൊട്ടിപ്പോകുന്നത് കുറയാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ തലയിൽ തണുപ്പുണ്ടായാൽ തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഹെയർ ഗ്രോത്ത് അത് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഇത് യൂസ്ഫുൾ ആണ്. എന്നെ യൂസ് ചെയ്തിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളവർ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.
ബൈ.